ഒരു മത്സ്യത്തൊഴിലാളി ഒരു ദിവസം ഗൗതം ബുദ്ധൻ്റെ അടുത്ത് വന്ന് അസ്വസ്ഥനായി പറഞ്ഞു, അല്ലയോ മഹാത്മാ, മീൻപിടുത്തത്തെക്കുറിച്ച് ഞാൻ നിരന്തരം വേവലാതിപ്പെടുന്നു. എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തെ പോറ്റാനും ചന്തയിൽ വിൽക്കാനും മതിയായ മീൻ ലഭിക്കുമോ എന്ന് ഞാൻ വിഷമിക്കുന്നു. കടൽ പ്രക്ഷുബ്ധമാണെങ്കിൽ അല്ലെങ്കിൽ മത്സ്യമില്ലെങ്കിൽ എൻ്റെ ആശങ്കകൾ എന്നെ വിഴുങ്ങുന്നു. ഈ അനന്തമായ ഉത്കണ്ഠയുടെ ചക്രം എനിക്ക് എങ്ങനെ നിർത്താനാകും? ഗൗതമ ബുദ്ധ ക്ഷമയോടെ കേട്ടു. എന്നിട്ട് ചോദിച്ചു, പറയൂ, നിങ്ങളുടെ ആശങ്ക കടലിലെ മത്സ്യങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുമോ? മത്സ്യത്തൊഴിലാളി തലകുലുക്കി. ഇല്ല മഹാത്മാ, എൻ്റെ ആശങ്ക കൂടുതൽ മത്സ്യം കൊണ്ടുവരുന്നില്ല. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്തിനാണ് അത് നിങ്ങളുടെ ചിന്തകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്? മഴയെക്കുറിച്ചുള്ള വേവലാതി അതിനെ കൊണ്ടുവരാത്തതുപോലെ നിങ്ങളുടെ മത്സ്യത്തെക്കുറിച്ചുള്ള വേവലാതി നിങ്ങളുടെ വലയിൽ നിറയുന്നില്ല. ഒരു മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ നിങ്ങളുടെ പരിശ്രമവും കഴിവുമാണ് പ്രധാനം, ആശങ്കയല്ല. ബുദ്ധൻ തുടർന്നു, ആശയത്തിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒരു പ്രത്യേക ഫലം ആഗ്രഹിച്ച് അത് നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ഉത്കണ്ഠ വേരൂന്നുന്നു. മത്സ്യബന്ധന പ്രവർത്തനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിമിഷം നിങ്ങളുടെ ജോലിയിൽ ഊർജം പകരുക. ഒരു പ്രത്യേക ഫലത്തിനായുള്ള ആഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ വേർപെടുമ്പോൾ നിങ്ങളുടെ ആശങ്കകൾ സ്വാഭാവികമായും കുറയും. മത്സ്യത്തൊഴിലാളി ബുദ്ധൻ്റെ വാക്കുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. അന്നു മുതൽ മീൻപിടുത്തത്തെ ഓർത്ത് വിഷമിക്കുന്നതിനു പകരം തൻ്റെ കരകൗശലത്തെ മികവുറ്റതാക്കുന്നതിലും മത്സ്യബന്ധന പ്രക്രിയ ആസ്വദിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതിയെ പതിയെ അവൻ്റെ ആകുലതകൾ അസ്തമിച്ചു. ഏതു സമയത്തും അവന് ജോലിയിൽ സമാധാനവും സംതൃപ്തിയും കണ്ടെത്തി. If you love to watch this video, you can like, share and subscribe.